ഞാനൊരു സത്യം പറയാം. നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവാത്ത കാരണം നിങ്ങൾക്കറിയാം. അങ്ങനെ ആവാൻ എന്ത് ചെയ്യണം എന്നും നിങ്ങൾക്കറിയാം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം. അത് ചെയ്യാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് സ്ട്രാറ്റജിയും ടാക്റ്റിക്സും ഒന്നുമല്ല. മറിച്ച് നിങ്ങളുടെ ജീവിതം 95% കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എങ്ങനെ നേടിയെടുക്കാം എന്നാണ്. അതിനായി ആദ്യം സബ് കോൺഷ്യസ് നിങ്ങളെ അറിയാതെ നിങ്ങളുടെ പരാജയത്തിന് എങ്ങനെ കാരണമാകുമെന്നറിയണം. രണ്ടാമതായി അത് എങ്ങനെ മറികടക്കുമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ കൂടി തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തകർന്നു എന്ന് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും. നമ്മൾക്ക് കണ്ടന്റിലോട്ട് കടക്കാം. നിങ്ങളുടെ നെഞ്ചിൽ ഒരു കത്തി വെച്ചിട്ട് നിങ്ങളോട് അത് നിങ്ങളുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറാൻ വേണ്ടി മുൻപോട്ട് നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? അഥവാ ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ബോഡി അതിനെ അനുവദിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ പക്ഷേ അത് നടക്കില്ല അല്ലെങ്കിൽ ഡേഞ്ചർ ആണെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിചാരമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന എല്ലാത്തിനെയും എന്ത് വില കൊടുത്തും തടഞ്ഞുകൊണ്ടിരിക്കും. കത്തിയിലേക്ക് തറഞ്ഞു കയറാൻ നിങ്ങളുടെ ബോഡി സമ്മതിക്കാത്തതുപോലെ മൈൻഡ് ഇത് ചെയ്യുന്നത് നിങ്ങളെ സേഫായി കൊണ്ടുപോകാനാണ്. അതായത് കത്തിയാണ് നെഗറ്റീവ് ചിന്തകൾ എന്ന് വിചാരിക്കുക. അത് തറഞ്ഞു കയറിയാൽ ബോഡി വേദനിക്കുമെന്ന് നിങ്ങൾക്കറിയുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ തടസ്സമുണ്ടെന്ന് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിന് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സക്സസ്സിലേക്കാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിലും നിങ്ങളെ സേഫാക്കാൻ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് അതിന് സമ്മതിക്കില്ല. അത് മടിയോ കഴിവില്ലായ്മയോ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ സക്സസ്സിലെത്തിയാൽ നിങ്ങൾക്ക് അപകടമുണ്ടാവുമെന്ന തെറ്റിദ്ധാരണ നിങ്ങൾ തന്നെ മനസ്സിലുണ്ടാക്കിയെടുത്തത് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളാണ് 80% അതിലേക്ക് നയിക്കുന്നത്. ബാക്കി 20% മാത്രമാണ് സ്ട്രാറ്റജിക്കും ടാക്റ്റിക്സിനും പങ്കുള്ളൂ. ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചിന്ത വെറും ചിന്ത ആണ്, അതൊരു യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിലുള്ള കത്തി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇല്യൂഷനാണെന്ന ബോധ്യം ഉണ്ടാവുക. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ ഓരോന്നായി മനസ്സിലാക്കി അതെല്ലാം ഇതുപോലെയാണ് എന്ന് മനസ്സിലാക്കുക. അതിന് പകരം നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തുവാനും ആ ലക്ഷ്യം നേടിയാൽ നടക്കുന്ന കാര്യങ്ങളും പോസിറ്റീവായി ചിന്തകളാക്കി മനസ്സിനെ പഠിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ആ ലക്ഷ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് പകരം അത് നേടിയെടുക്കാൻ പ്രവർത്തിച്ചു തുടങ്ങും.